ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ആദ്യഘട്ടം മാത്രമാണെന്നും രണ്ടാം ഘട്ടത്തിൽ യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ. ഖത്തർ, ഈജിപ്ത്, US എന്നിവയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇന്നലെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. The government will be taking the internal measures, after which the agreement will enter into effect on Sunday, January 19th. ഈ മാസം 19 മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തെ UAE സ്വാഗതം ചെയ്തു. ഇത്തരമൊരു കരാറിലെത്താൻ ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങൾ നടത്തിയ ശ്രമങ്ങളെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ അഭിനന്ദിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനം അറിയിച്ചതോടെ ഇസ്രയേലിൽ ഉൾപ്പെടെ ലോകമെങ്ങുമുള്ള സമാധാനപ്രേമികൾ ആഹ്ലാദ പ്രകടനം നടത്തി. 15 മാസം നീണ്ടുനിന്ന ക്രൂരമായ യുദ്ധത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-കണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഇസ്രയേൽ ഗസയിൽ ആക്രമണം ശക്തമാക്കി. ഈ മാസം 19 വെടിനിർത്തൽ ആരംഭിക്കുന്നതിന് മുമ്പ് പരമാവധി പലസ്തീനികളെ കൊല്ലുകയും പരമാവധി നാശം വിതയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ആക്രമണം തുടരുന്നത്. ഇന്നലെ രാത്രി നടന്ന കനത്ത ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഗസ സിറ്റിയിൽ 32 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഇതിനിടയിൽ വെടിനിർത്തൽ കരാറിന്റെ ചില വിശദാംശങ്ങളിൽ നിന്ന് ഹമാസ് പിന്നോട്ടു പോയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. അവസാന നിമിഷത്തെ ഇളവുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ മധ്യസ്ഥരുമായും ഇസ്രയേലുമായും ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗങ്ങൾ ഹമാസ് നിരാകരിക്കുന്നുവെന്നാണ് നെതന്യാഹു ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. UAEയിലെ 73% ജീവനക്കാരും നിലവിലെ തൊഴിൽ ഉടമയിൽ നിന്നും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ. ആഗോള പ്രൊഫഷണൽ സേവന സ്ഥാപനമായ ആവോൺ പുറത്തിറക്കിയ 2025 എംപ്ലോയീസ് സെന്റിമെന്റ് സ്റ്റഡിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാജ്യത്തെ 3/4 ജീവനക്കാരും അടുത്ത 12 മാസത്തിനുള്ളിൽ ജോലി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് പഠന റിപ്പോർട്ട്. 45% ജീവനക്കാരും ജോലി മാറാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ വേതനം പ്രതീക്ഷിച്ചു തന്നെയാണ്. 10% ജീവനക്കാരും തങ്ങൾ അർഹിക്കുന്ന പദവി ലഭിച്ചിട്ടില്ലെന്ന പരാതിയുള്ളവരാണ്. പലർക്കും തൊഴിലുടമ നൈപുണ്യ വികസനത്തിനായി തങ്ങളെ വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. UAE ജീവനക്കാർക്ക് പ്രതീക്ഷ. പല സ്ഥാപനങ്ങളും ഈ വർഷം ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പഠന റിപ്പോർട്ട്. നിർമ്മാണം, ബാങ്കിംഗ്, ടെക്നോളജി എന്നീ മേഖലകളിലാണ് കൂടുതലും ശമ്പള വർധന പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലകളിൽ ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണലുകൾക്ക് തൊഴിൽ സാധ്യതകളും ഏറിവരികയാണ്. കേസിന്റെ GCC സാലറി ഗൈഡ് 2025 ഒരു സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതുപ്രകാരം 30% തൊഴിൽ ഉടമകളും ഈ വർഷം 2.5 മുതൽ 5% വരെ ശമ്പള വർധന നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് അറിവ്. അബുദാബിയിൽ വളർത്തുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്നത് തടയുന്നതിനും അവയുടെ സ്വതന്ത്രമായ സഞ്ചാരം നിയന്ത്രിക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമായി അവയിൽ ഉടമയുടെ വിശദാംശങ്ങൾ അടങ്ങിയ മൈക്രോചിപ്പ് ഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പൂച്ച, നായ തുടങ്ങിയ വളർത്തുമൃഗങ്ങളുള്ളവർ ഉടൻ ഈ മേഖലയിലെ വെറ്റിനറി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത്. 500 ദിർഹമാണ് രജിസ്ട്രേഷനും പ്രതിരോധ കുത്തിവയ്പ്പിനും മറ്റുമായി ഫീസ് ഈടാക്കുന്നത്. അടുത്ത മാസം 2 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ദുബായ് ചോക്ലേറ്റിന് ജർമ്മനിയിൽ വിലക്ക്. ദുബൈക്ക് പുറത്തു നിർമ്മിച്ച ദുബായ് ചോക്ലേറ്റിനാണ് ജർമ്മൻ കോടതി നിരോധനം ഏർപ്പെടുത്തിയത്. ഗൾഫിൽ നിന്നു തന്നെ ദുബായ് ചോക്ലേറ്റും ഇറക്കുമതി ചെയ്യുന്ന വ്യവസായി കൊണ്ടുവന്ന പരാതിയിലാണ് പരാതിക്കാരന് അനുകൂലമായ വിധിയുണ്ടായത്. പിസ്ത പേസ്റ്റും നേർത്ത പേസ്ട്രി നിറഞ്ഞ ദുബായ് ചോക്ലേറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറൽ സെൻസേഷനായി മാറിയിരുന്നു. ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇവയ്ക്ക് നല്ല ഡിമാൻഡുമാണ്. കൊച്ചി ദുബായ് യാത്രാ ചരക്ക് കപ്പൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. കപ്പൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചവരെ പങ്കെടുപ്പിച്ച് കേരള മാരിടൈം ബോർഡും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും സംയുക്തമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയാർ CE ചാക്കുണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ NS പിള്ളയെയും UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദിനെയും മുഖ്യാതിഥി PB ചന്ദ്രൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കപ്പൽ സർവീസ് നടത്താൻ അപേക്ഷിച്ച എമറാൾഡ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ കരീം ഫൈസലിന് NS പിള്ള, തുറമുഖ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് എന്നിവർ സമ്മതപത്രം കൈമാറി. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, മധുജിത് കേലാട്ട്, ഡോക്ടർ K മൊയ്തു, സുബൈർ കൊളക്കാടൻ, റാഫി P ദേവസി മുഹമ്മദ്, CC മനോജ്, ശരത് V,
MV കുഞ്ഞാമു തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് വീണ്ടും ഫെബ്രുവരി 2 പരിഗണിക്കും. പുതിയ ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഇന്നലെ കോടതിയിൽ സിറ്റിംഗ് നടന്നെങ്കിലും നിലവിലെ ബെഞ്ചിൽ മാറ്റം വരുത്തി കേസ് വീണ്ടും വിശദമായി കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു.